ओम शांति। ബാബ്ദാദ മധുബൻ പ്രഭാത മുരളി 27/12/21. ഇന്ന് ബാബ പഠിപ്പിക്കുകയാണ്. മീഠേ ബച്ചേ, ഭാരത ഭൂമി സുഖദാദ ബാബ की जन्मभूमि है। बाबा ही आकर सभी बच्चों को दुख से लिबरेट कर. മധുരമായ കുട്ടികളെ, ഭാരതഭൂമി സുഖദാതാവായ ബാബയുടെ ജന്മഭൂമിയാണ്. ബാബ തന്നെ വന്നാണ് എല്ലാ കുട്ടികളെയും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നത്. ഈ ഭാരതഭൂമി സുഖദാതാവായ ബാബയുടെ ജന്മഭൂമിയാണ്. ബാബ തന്നെ വന്നാണ് എല്ലാ കുട്ടികളെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. ചോദ്യം: सबसे ऊंची बड़ी लंबी कहानी कौन सी है जो तुम बच्चों के लिए कॉमन है? ഏറ്റവും ഉയർന്ന വലിയ നീണ്ട കഥ ഏതാണ്? ഏറ്റവും ഉയർന്നതും വലുതും നീണ്ടതുമായ ദൈർഘ്യമുള്ളതുമായ കഥ ഏതാണ്? അത് കുട്ടികളെ ബാബയുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ അനേക കോടി കഥാപാത്രം. അതിലെ ഏറ്റവും ഉയർന്ന മഹാരാജാവ് മുതൽ ഏറ്റവും താണ ദരിദ്രനായ മനുഷ്യൻ വരെയുണ്ട്. ഏറ്റവും ക്രൂരമായ രംഗങ്ങളുണ്ട്, ഏറ്റവും കാരുണ്യം നിറഞ്ഞ രംഗങ്ങളുണ്ട്, അത്രയും ഹാസ്യ കഥാപാത്രങ്ങൾ, എല്ലാം വെറൈറ്റി വെറൈറ്റി വെറൈറ്റി. അത്ഭുതകരമായ ബാബ പറഞ്ഞ അത്ഭുതകരമായ ഒരു കഥയാണ്. കൊടാനുകൊടി മനുഷ്യ കഥാപാത്രങ്ങൾ തന്നെ. അപ്പൊ ബാബയ്ക്കാണ് ഈ കഥ ഏതാണ്? ഇസ് ഡ്രാമ കെ ആദ്യ മധ്യന്തിക്ക് കഹാനി ബഡി ലംബി ഔദ്യോഗിച്ചു. ഈ നാടകത്തിന്റെ ആദ്യ മധ്യാന്തത്തിന്റെ കഥയാണ് ഏറ്റവും വലുതും ദൈർഘ്യമുള്ളതുമായ ഉയർന്നതുമായ കഥ. നമ്മളിന്ന് നാടകത്തെ കുറിച്ച് മനനം ചെയ്യും. എത്ര സിനിമകളുണ്ട് ലോകത്ത്, എത്ര ഭയാനകമായ സിനിമകളുണ്ട്, എത്ര കോമഡി നിറഞ്ഞ സിനിമകളുണ്ട്, എത്ര പ്രണയ സിനിമകളുണ്ട്, എത്ര പ്രണയ നൈരാശ്യങ്ങളുടെ സിനിമകളുണ്ട്. ആ സിനിമയെല്ലാം ഈ ഡ്രാമയുടെ അകത്തുള്ള സിനിമകളാണ്. ഈ ഡ്രാമ അനുസരിച്ചാണല്ലോ ഈ സിനിമകളെല്ലാം ഉണ്ടായത്. അപ്പൊ ഈ നാടകം സത്യവതിലെ ലക്ഷ്മീനാരായണൻ തുടങ്ങി കലിയുഗത്തിന്റെ അന്തിമത്തിലെ മഹാവിനാശം വരെ, തേനും പാലും ഒഴുകുന്നത് മുതല് രക്തപ്പുഴ ഒഴുകുന്നത് വരെയുള്ള ഒരു നാടകം അല്ലെ. അതീവ ദേവതകളുടെ കാലഘട്ടം മുതലേ ഇങ്ങോട്ടേക്ക് ഏറ്റവും അഫ്ഗാനിസ്ഥാനും അല്ലെ, എത്ര തീവ്രവാദങ്ങളുടെ കഥകൾ. എന്തൊരു അത്ഭുതം അത്ഭുതം അത്ഭുതമാണ്. ബാബ പറഞ്ഞു ഈ നാടകത്തിന്റെ ആദ്യ മധ്യാന്തം നമ്മൾ ശരിക്കും മനനം ചെയ്യണം. ബുദ്ധൻ വന്നു, ക്രൈസ്റ്റ് വന്നു, ക്രൈസ്റ്റിനെ കുരിശിലേറ്റുന്നു, എന്തെല്ലാം രംഗങ്ങളാണ് ഇതിനകത്ത്. അപ്പൊ ബാബ പറയണം ഈ നാടകത്തിന്റെ ആദ്യ മധ്യാന്തമാണ് ഏറ്റവും ഉയർന്നതും നീണ്ടതുമായ കഥ. ഇസ് കഹാനിക്കോ മനുഷ്യനഹിം സമച്ച് സക്തേ. ഈ കഥ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. തും ബച്ചോം കെ ലിയേ യഹ് കഹാനി ബഹുത് കോമൺ ഹെ. എന്നാൽ ബാബയുടെ കുട്ടികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു സാധാരണമാണ്. നമ്മൾ ഡ്രാമ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? ബാബ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിച്ചു. തും ജാനത്തെ ഹോ യഹ് ഡ്രാമ കൈസേ ഹുബഹു റിപ്പീറ്റ് ഹോത്താ. നമുക്കറിയാം ഈ നാടകം എങ്ങനെയാണ് ഒരേപോലെ തന്നെ ആവർത്തിക്കുകയാണ്. 5000 വർഷം കൂടുമ്പോൾ ഈ നാടകത്തിലെ രംഗങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഹ് സി ഡി കൈസേ ഹുർത്തി രഹത്തെ. ഈ ഏണിപ്പടിയുടെ ആ ചക്രം എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നിരന്തരം കേൾക്കുന്നതിന്റെ പേരിൽ നമുക്കിത് സാധാരണ ഗീതം. ഓം നമ ശിവായ. ഓം ശാന്തി. മീട്ടെ മീട്ടെ സിക്കിലിതെ ബച്വനെ മഹിമാക്ക ഗീതസ്വരം. മധുര മധുരമായ വളരെ കാലത്തിന് ശേഷം ബാബയ്ക്ക് വീണ്ടും കിട്ടിയ കുട്ടികള് മഹിമ കേട്ടു. മഹിമയുടെ ആ കീർത്തനം കേട്ടു. ഇസ്കി മഹിമ, ആരുടെ മഹിമയാണത്? ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ, ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മഹിമ. ജിസ്കോ പതിത പാവൻ ദുഃഖഹർത്ത സുഖകർത്ത ബി കാതെ. ആ ബാബയെ പതിത പാവനൻ ദുഃഖഹർത്ത സുഖകർത്താവനും വിളിക്കും. സുഖ് ദേനെ വാലേക്കോ യാദ് കിയാ ജാതാ. സുഖം നൽകുന്നവരെ ഓർമ്മിക്കാറുണ്ട്. ബച്ചേ ജാനത്തെ ഹേ സുഖ് ദേനെ വാല ഏക് ഹി പരംപിത പരമാത്മാ. കുട്ടികൾക്കറിയാം സുഖം നൽകുന്നത് ഒരേ ഒരു പരംപിത പരമാത്മാവാണ്. സഭി മനുഷ്യ മാത്ര ഉൻകോ ഹി യാദ് കർത്തെ और धर्म वाले भी कहते बाप आकर दुख से लिबरेट कर सुख देते हैं. എല്ലാ മനുഷ്യരും എല്ലാ ധർമ്മത്തിൽപ്പെട്ടവരും ഓർമ്മിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. എല്ലാ ധർമ്മത്തിൽപ്പെട്ടവരും ബാബയെ വിളിക്കുന്നുണ്ട്, ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഞങ്ങൾക്ക് സുഖം നൽകണം. പരന്തു യഹ്നഹീൻ ജനതയ്ക്ക് ബാബ സുഖദേവ്. എന്നാൽ ആർക്കും ഈശ്വരൻ ആരാന്നും അറിയാൻ പാടില്ല,
ദുഃഖം നമ്മളിൽ നിന്ന് എങ്ങനെ ഇല്ലാണ്ടാക്കും എന്ന് അറിഞ്ഞൂടാ. എന്ത് സുഖമാണ് നൽകുന്നത് ഒന്നും അറിയാൻ പാടില്ല. ശ്രമിച്ചിട്ട് പിന്നെ ദുഃഖം ആരാണ് നൽകിയത്, ദുഃഖം എന്നാണ് തുടങ്ങിയത്, അതും നമ്മൾ കുട്ടികൾക്ക് അറിയാം. നയി ദുനിയാസുഖർ പുരാനി ഹോത്തേഹി തോ ഉൻകോ ദുഃഖദാം കഹാ ജാതാ. പുതിയ ലോകം പഴയതാകുമ്പോഴാണ് അതിനെ ദുഃഖധാമം എന്ന് വിളിക്കുന്നത്. കലിയുഗെ അന്ത്യക്കെ ബാദ് ഫിർ സത്യവും ജരൂറായേക. കലിയുഗത്തിന്റെ അന്ത്യത്തിന് ശേഷം ബാബ ഉറപ്പ് പറയാണ് തീർച്ചയായിട്ടും സത്യവും വരും. രാത്രിക്ക് ശേഷം പ്രഭാതം വരും. സൃഷ്ടി തോ ഏക ഹി, ഈ ലോകം ഒന്നേ ഉള്ളൂ, സൃഷ്ടി ഒന്നേ ഉള്ളൂ. മനുഷ്യ ഈ സൃഷ്ടിക്ക് ചക്രക്കോ ബിൽക്കുൽ ഹി നഹീം ജാനത്തെ, इसलिए बाबा पूछते तुमको ऐसा बेसमझ बनाने वाला कौन है. മനുഷ്യർ അഭിനയിക്കുന്ന ഈ നാടകത്തെ കുറിച്ച്, ഈ ചക്രത്തെ കുറിച്ച് ബാബ പറയാണ് ഒട്ടും തന്നെ അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല ആളുകൾ. അതുകൊണ്ടാണ് ബാബ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും വിവരമില്ലാത്താക്കിയിട്ട് ആരാണ്? ബാബ തോ കിസ്കോ ദുഃഖം നഹിയത്, എല്ലാത്തിനും മറുപടി ദൈവമാണെന്നാണ് ബാബ. ഞാൻ ആർക്കും ദുഃഖം നൽകാറ്. ബാബ തോ സദാ സുഖത്തേക്ക്, ബാബ എല്ലാവർക്കും സുഖമാണ് നൽകുന്നത്. ബാബ എല്ലാവർക്കും സുഖമാണ് നൽകുന്നത്. തും ജാനത്തെ ഹോ സുഖ് ദേനെ വാലെ കാ ജന്മസ്ഥാൻ ഭി ഭാരത് മേ ഹെ, തോ ദുഃഖ് ദേനെ വാലെ കാ ജന്മസ്ഥാൻ ഭി ഭാരത് മേ ഹെ. നമുക്കറിയാം സുഖം നൽകുന്ന ആളുടെ ജന്മസ്ഥാനവും ഭാരതത്തിലാണ്, ദുഃഖം നൽകുന്ന ആളുടെ ജന്മവും ഈ ഭാരതത്തിലാണ്. ഭാരതവാസി ശിവജയന്തി ബൽ മനാത്തെ ഹെ പരന്തു സമുചിത കുച്ച് ഭി നഹി. ആ സുഖം നൽകുന്ന ആളുടെ ജയന്തി ഭാരതവാസികൾ ആഘോഷിക്കുന്നുണ്ട്, മഹാശിവരാത്രി. പക്ഷെ ഒന്നും അറിയാൻ പാടില്ല. വഹുഹെ ഒഞ്ചത്തെ ഒഞ്ചെ ഭഗവാൻ കി ജയന്തി, അത് ഉയർന്നതിലും ഉയർന്ന പരമാത്മാവിന്റെ ഭഗവാന്റെ ജയന്തിയാണ്. ഉൻകാ നാമ ഹേ ശിവ, ആ ഭഗവാന്റെ പേര് ശിവ എന്നായതുകൊണ്ടാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ഏഹ് കിസ്കോ പതാ നഹിയും പഠിത്താഹി, ഇതൊന്നും ഇന്ന് ആർക്കും അറിയാൻ പാടില്ല. രാവൺകോ വർഷ ജലാത്തെ രഹത്തേഹി, രാവണനെ എല്ലാ വർഷവും ഇവിടെ കത്തിക്കാറുണ്ട്. ആ രാവണന് ജനിച്ചത് ഇവിടെ തന്നെയാണ്. പരന്തു വഹ് ക്യാ ചീസ് ഹെ കബ് സെ ആയാ ഹെ ക്യോം ജലാത്തെ ഹെ യഹ് കുച്ച് ഭി നഹീം ജാനത്തെ. പക്ഷെ ഇയാൾ ആരാണ്, അല്ലെങ്കിൽ എന്ത് സാധനമാണ് ഈ രാവണൻ, എന്നാണ് ഇയാൾ ജനിച്ചത്, എന്തിനാണ് ഇയാളെ കത്തിക്കുന്നത്? ബാബ പറഞ്ഞു ഒന്നും അറിയാൻ പാടില്ല. ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട്, സുഖം നൽകുന്ന ആളുടെ ജന്മം, ഒന്നും അറിയാൻ പാടില്ല. രാവണനെ കത്തിക്കുന്നുണ്ട്, ദുഃഖം നൽകുന്ന ആളെ കത്തിക്കുന്നു, ഇതാരാണ് ഒന്നും അറിയാൻ പാടില്ല. ഡ്രാമ കെ പ്ലാൻ അനുസാർ ഉനംകോ യഹ് പദാ ഹോനാ ഹി നഹി ഹെ. ബാബ പറഞ്ഞു എന്തുകൊണ്ട് അറിയാൻ പാടില്ല, ഡ്രാമയില് ഈ അജ്ഞാനമുണ്ട്. ബാബ പറഞ്ഞു ഡ്രാമ പ്ലാൻ അനുസരിച്ച് ആർക്കും ഒന്നും അറിയാൻ പാടില്ല. ബാബ സമച്ചാത്തെ ഹെ ഹരേക്ക് കാ പാട്ട് അലഗ് അലഗ് ഹെ. ബാബ മനസ്സിലാക്കി തരികയാണ് ഓരോരുത്തരുടെയും പാട്ട് വേറെ പറയും. ഋഷികൾക്ക് ഋഷികളുടെ പാട്ടുണ്ട്, അവർക്ക് പറയേണ്ടത് അവർക്ക് പറയാൻ പറ്റുള്ളൂ. ക്രിസ്തുവിന് ക്രിസ്തു പറയേണ്ടത് പറയാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും പാട്ട് നിശ്ചിതമാണ്. മനുഷ്യക്കാ പാട്ട് ഹി ഗായാ ജാത്ത ഹെ, മനുഷ്യന്റെ പാട്ടിനെ കുറിച്ചാണ് മഹിമ. മനുഷ്യ ഹി സമജ്ദാർ ഹി, മനുഷ്യരാണ് അറിവുള്ളവരെ. ജാൻവർത്തോ ബേസമച്ച് ഹി, മൃഗങ്ങളോട് ഇപ്പൊ ആദിമധ്യാന്തത്തിന്റെ ഒക്കെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരൊരു ഉപദ്രവമില്ല, അവര് ദൈവമാരാന്ന് അന്വേഷിക്കാറില്ല, രാവണനെ കത്തിക്കാനും പോകാറില്ല, ബോംബുണ്ടാക്കാനും പോകാറില്ല. ഈ സമയം മനുഷ്യ ബി ബേസമച്ച് ബൻ പടേഹി, ഈ സമയത്ത് മനുഷ്യരാണെങ്കിലോ അറിവില്ലാത്തവരായി മാറി. ഏഹ് ജാനത്തേഹി നഹി കി ദുഃഖഹർത്ത സുഖകർത്ത പതിത് പാവൻ പനഹി. ഈ ദുഃഖഹർത്ത സുഖകർത്ത പതിത പാവനൻ ആരാണ്, ആർക്കും അറിയാൻ പാടില്ല. പതിത് കൈസെ ബനേഹെ അവർ പാവൻ കൈസെ ബനേങ്കെ, എങ്ങനെ പതിതരായി എങ്ങനെ പാവനമാകും. പുകാർത്തേഹെ പരന്തു അർദ്ധനഹീം ജാൻ, പറഞ്ഞു എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് പതിത പാവൻ, ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഭാവി എന്ന് മുഴുവൻ പറയുന്നത് എന്താണ്, ആൾക്കാർക്ക് ഒന്നും അറിയാൻ പാടില്ല. കേൾക്കുന്നുണ്ടോ ലൈന സിസ്റ്റർ? ഇങ്ങനെ ഇരുന്നപ്പോഴൊക്കെ മനസ്സിലാക്കണ്ട, ഒന്നും അറിയാൻ പാടില്ല എന്നാണ്. ഈ സമയം ഹൈഹി ഭക്തിമാർഗം, ഈ സമയത്ത് ഭക്തിമാർഗമാണ്. ശാസ്ത്ര ബി സബ് ഭക്തിമാർഗക്കെ, ഈ വേദവും ശാസ്ത്ര ഉപനിഷത്ത് ബാബ പറഞ്ഞു അതെല്ലാം ഭക്തിമാർഗം. ശാസ്ത്രമേ കൊയ് സദ്ഗതിക്കാൻ ഞാൻ, പുരാണത്തിൽ ബാബ പറഞ്ഞു സദ്ഗതിയുടെ ഞാനൊന്നും വേദപുരാണങ്ങളിൽ ഇല്ല. കഹത്തെ ബീഹെ, ഞാൻ ഭക്തി വൈരാഗ്യ ബസ്, പറയാറുണ്ട് ജ്ഞാനം ഭക്തി വൈരാഗ്യം, അത്രേ ഉള്ളൂ. ഇത്തനാ ബുദ്ധിമേ ആത്താഹി, അത്രയും ബുദ്ധിയിൽ വരുന്നുണ്ട്. ഇൻകാ ബി അർത്ഥനഹീം ജാനത്തെ, എന്നാൽ അതിന്റെ അർത്ഥം അറിയാമോ, അതറിയാൻ പാടില്ല. ഞാൻ കാ സാഗർ ഏകഹി പരംപിത പരമാത്മാഹി ജരൂർ ഉൻകോഹി ഞാൻ തേനാഹി. ജ്ഞാനസാഗരൻ ഒരേ ഒരു പരംപിത പരമാത്മാണ്, തീർച്ചയായിട്ടും ബാബയ്ക്ക് വന്നിട്ട് നമുക്ക് ജ്ഞാനം നൽകേണ്ടി വരും. വഹി സദ്ഗുരു സദ്ഗതി ദാദാഹി ഇസ്ലിയെ ഉൻകോ പുകാർത്തേ ഹെ ആകർ ദുർഗതി സെ ബച്ചാവോ. ആ ബാബയാണ് സദ്ഗുരു, സദ്ഗതി ദാതാവ്. അതുകൊണ്ടാണ് ദുർഗതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞ് എല്ലാവരും ഈശ്വരനെ വിളിക്കുന്നത്. ദ്വാപർ മേ ഹം പഹലെ സദോപ്രധാൻ പൂജാരി ബനത്തെ ഫിർ പുനർജന്മ ലേത്തെ ഉദർത്തെ ആത്തെ ഹെ. ദ്വാപരത്തിൽ നമ്മൾ സദോപ്രധാന പൂജാരികളായി,
അവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോന്നിട്ട് എന്താണ്? ബാബ പറഞ്ഞു പുനർജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്ക് പോകുന്ന വെറും തമോ പ്രധാനം. ജോബി മനുഷ്യ ആത്തേഹി സീഡിത്തോ ജരൂർ ഉദരേങ്കി. ഏതെല്ലാം മനുഷ്യരിവിടെ വന്നിട്ടുണ്ടോ അവരെല്ലാം പടികൾ താഴേക്ക് പോകണം. बल बुद्ध आदि का नाम सीढ़ी में नहीं दिया है, अगर उनको दिखावा भी तो उनकी सीढ़ी तो उधरनी है ना. ബുദ്ധനെ നമ്മൾ ഏനപ്പടിയുടെ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല, പക്ഷെ അവരെ കാണിക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു അവരും പടികൾ താഴേക്കാണ് പോരുന്നത്. ഉൻകോ സദോ രജോ തമോമേം തോ ആനാ ഹി ഹേ. എല്ലാ ആത്മാക്കളും സദോ രജോ തമോയിൽ വരണം. ആദ്യം വന്ന് ദേവതകൾക്ക് തമോയിലേക്ക് പോകണം. അപ്പൊ ബാബ പറഞ്ഞു ഇടയ്ക്ക് വന്ന ആൾക്കാരെന്നാലും തിരിച്ചു പോകത്തില്ല, എല്ലാവരും തമോ പ്രധാനം. അഭി സബ് തമോ പ്രധാന ഹെ. ഇപ്പോൾ എല്ലാവരും തമോ പ്രധാനമാണ്. अब बाबा समझाते यह शास्त्र सब भक्ति मार्ग के है, जिसमें अनेक प्रकार के कर्म काट. ഇപ്പോൾ ഈ ദുർഗതിയിൽ നിന്നും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബാബ പറയാണ്, കുട്ടികളെ ഈ വേദശാസ്ത്രങ്ങളുണ്ടല്ലോ ഇതെല്ലാം ഭക്തിമാർഗത്തിലെ പുസ്തകങ്ങളാണ്. അതെല്ലാം അനേക പ്രകാരത്തിലുള്ള കർമ്മകാണ്ഡങ്ങളാണ്. ഭക്തി ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ദ്വാപരത്തിൽ വന്ന് അവിടെ നിന്ന് ബാബ പറയുന്നു നമ്മൾ താഴേക്ക് പോരാണ് ചെയ്തത്. അവർ ഭക്തിയും താഴേക്ക് പോന്നു. ജ്ഞാന ദേനേവാല ഏകഹി ബാബഹി. ജ്ഞാനം നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. അപ്പൊ ഇതാണ് ഈ കഥ. ഈ കഥ നമുക്കറിയാൻ പാടുള്ളൂ, ആർക്കും അറിയാൻ പാടില്ല. ഈ കഥയിൽ എത്ര ഭക്തിയുടെ പുസ്തകങ്ങൾ, എത്ര ഗുരുക്കന്മാരെ, എത്ര ധർമ്മപിതാക്കന്മാരെ, അല്ലെ, അവരുടെ എത്ര അനുയായികള്, അവരുടെ എത്ര സംഘർഷങ്ങള്, അവരുടെ എത്ര നന്മകള്, എന്തെല്ലാമാണ് ഈ നാടകത്തിൽ. ഒരു സിനിമ 2 മണിക്കൂർ, അതിന്റെ ഒരു ബിന്ദു പോലും ആയിട്ടില്ല. ഞാൻ സാഗർഹി ആക്കർ സച്ച ഞാൻ സുനാത്തേഹി. അപ്പൊ ഈ അറിവ് ആരെ നൽകുന്നത്? ജ്ഞാനസാഗരൻ. അതുകൊണ്ടാണ് ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നത്. വന്നിട്ട് ഈ അറിവ് കൽപ്പിക്കും. ആദാ കൽപ്പിക്കിയ ദിൻ ഉസ്മയം ഭക്തിക്ക് ബാധിക്കിന്. ആരെ കൽപ്പം ബാബു പറയാണ് പകലാണ്. ആ പകലിൽ ഭക്തിയുടെ ഒരു കാര്യമേ ഉണ്ടാവില്ല. ദിന്മേ കവി ടോക്കരെ നഹിയും കാതെ വഹം തു സുഖി. ആ പകലില് ഒരു കഷ്ടപ്പാടുമില്ല, നമ്മൾ അനന്തമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. വഹ ബാബുക്ക വർഷ തുംകോ കൽപ്പിക്കെ സംഗംബർ മിൽത്താഹെ. അച്ഛൻ നൽകുന്ന സ്വത്ത് കൽപ്പത്തിന്റെ സംഗമത്തിൽ നമുക്ക് കിട്ടും. ഏത് ഞാൻ ബാബ ഉൻകി ബച്ചോംകോ ദേത്തെ ജിനോനെ ജിൻകോ കൽപ്പ് പഹലെ ദിയാധ ആ കൽപ്പ് ദേത്തെ ഹി രഹി. ഈ ജ്ഞാനം ബാബ പറയാണ് കഴിഞ്ഞ കൽപ്പത്തിലെടുത്ത കുട്ടികൾക്ക് കൊടുക്കും. അവര് കൽപ്പങ്ങളിൽ ജ്ഞാനം എടുക്കും. അപ്പോൾ ഈ കൽപ്പത്തിൽ നമ്മൾ ഇന്നലെ ബട്ടിയിൽ അറ്റൻഡ് ചെയ്യും, കുറെ പേര് അറ്റൻഡ് ചെയ്യും. അവർക്ക് ബട്ടി പോയാൽ അതിന് വലിയ നഷ്ടമുണ്ട്. ഒരു ബട്ടി അറേഞ്ച് ചെയ്യുന്നത് സിസ്റ്റമൊന്നുമല്ല, ഒരു ബട്ടി അറേഞ്ച് ചെയ്യുന്നത് ദൈവമാണ്. അപ്പൊ ബട്ടി അറേഞ്ച് ചെയ്യുമ്പോൾ അതിന് പല കാര്യങ്ങൾ ചെയ്യണം. ആഹാരം ഉണ്ടാക്കണം, ധാരാളം പേര് വന്ന് സേവ ചെയ്യുന്നു, ക്ലീൻ ആക്കുന്നു, കസേര തുടയ്ക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ന്യൂ ഇയർ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം നല്ല ഭാവനയോടുകൂടി ചെയ്യാണ്, ബാബ ചെയ്യിപ്പിക്കുകയാണ് വരപ്പെടുന്നത്. അപ്പൊ അതിന് ക്ലാസ്സുകളുണ്ട്, എല്ലാം വേണം. അപ്പൊ അതിൽ വരാത്തവരാണെങ്കിലും നഷ്ടമാണ്. അപ്പൊ കൽപ്പങ്ങൾ നഷ്ടമായിരിക്കും. അപ്പൊ അതേപോലെ ബാബ പറയാണ് കഴിഞ്ഞ കൽപ്പത്തിൽ പഠിപ്പിച്ചവരെ ഈ കൽപ്പത്തിൽ ബാബ പഠിപ്പിക്കും. അപ്പൊ ഈ കൽപ്പത്തിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇന്നലെ മിനിങ്ങാന്ന് ബാബ 3 പ്രാവശ്യം മുരൽ വായിക്കും, മിനിമം 5-8 പ്രാവശ്യം വായിച്ചാൽ എന്ത് ഗുണം കിട്ടുമെന്ന് പറഞ്ഞു. ബ്രാഹ്മണിയെക്കാരും മോളിൽ പോകാൻ. എനിക്ക് ബുദ്ധിമേഹി ബൈഡേകാക്കി രചയിതാഹി രചനാക്കാൻ ഞാൻ ദേരഹ. ഈ കഴിഞ്ഞ കൽപ്പത്തിൽ ഈ ജ്ഞാനം കേട്ടവർക്കോട് ഇത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഈ രചനയുടെ ജ്ഞാനം നൽകാൻ രചയിതാവിനെ പറ്റും. ചിത്ര കിത്തനെ ബനാത്തെ, നമ്മൾ എത്ര ചിത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉനോക്കെ കലണ്ടേഴ്സ് ബി ബനേങ്കി. അവരുടെ കലണ്ടറുകൾ ഉണ്ടാക്കണം. नई चीज कोई निकलती है तो वह फैलती है. अभी भारत में रचिता बाप आकर रचिता और रचना का ज्ञान दे रहा है. പുതിയ എന്തെങ്കിലും സാധനം വരുമ്പോൾ അത് പരക്കും. ഇപ്പോൾ ഭാരതത്തിൽ രചയിതാവായ ബാബ വന്ന് രചയിതാവിനെ കുറിച്ചും രചനയെ കുറിച്ചുള്ള ജ്ഞാനം നൽകുകയാണ്. യഹ് ബി ഫൈലേഗ और बाहर सबके पास जाएगा पर वह कभी नहीं सकेंगे हम स्वर्ग में क्यों नहीं जाते. ഈ ജ്ഞാനം പരക്കും. ബാബ ഇത് വിദേശത്തേക്കൊക്കെ, ബാബ ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പരന്നു. അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സബ്കോ പദാ പഠിജായക, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. ബനായ ഡ്രാമാഹി ഇസ്മേ ഫർക്ക് പഠിഹി നഹി സക്ത. ഇതെല്ലാം ഉണ്ടാക്കപ്പെട്ട ഒരു നാടകമാണ്. ഈ നാടകത്തിൽ ഒരു വ്യത്യാസം വരില്ല. അതുകൊണ്ട് ഈ ജ്ഞാനം എല്ലായിടത്തും പോകും. ബാബ പറഞ്ഞ വിനാശം വരും. പഠിച്ചവരെല്ലാം സ്വർഗത്തിലേക്ക് പോകും, പഠിക്കാത്തവർക്ക് പശ്ചാത്താപം ഉണ്ടാകും. ഇതൊക്കെ നടക്കും. ദുനിയാമെന്തോ അനേകമത്, ഈ ലോകത്ത് അനേക അഭിപ്രായങ്ങളാണ്. കൊയ് കാലത്തെ നേച്ചർ ഹി, കൊയ് കാലത്തെ ആത്മനിർലേപ്. ചിലര് പറയും ഇതെല്ലാം പ്രകൃതിയുടെ കളിയാണ്, ചിലര് പറയും ആത്മാവിനൊന്നും ബാധിക്കത്തില്ല. പിച്ചാടിമേം ഏക ബാബക്കാഹി സുനെ. അവസാനം ആളുകൾ ബാബ പറയുന്നത് മാത്രമേ കേൾക്കൂ. സമച്ചെങ്കിൽ ബരോബർ ഹം ഇസ് ഡ്രാമക്ക് ആക്ടേഴ്സ്. നമ്മളെല്ലാവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണെന്ന് മനസ്സിലാക്കും. ഏഹ് വെറൈറ്റി ധർമ്മം കാ ചാടി.
അനേക ധർമ്മങ്ങളുടെ ഒരു വൃക്ഷമാണിത്. സബ്കി ബുദ്ധി കാ താല ഖുൽ ജായേഗ. ബാബ പറയണു എല്ലാവരുടെയും ബുദ്ധിയുടെ പൂട്ട് തുറക്കും. അഭി താല ബന്ദ് ഹെ. ഇന്ന് എല്ലാവരുടെയും ബുദ്ധിയുടെ പൂട്ട് അടഞ്ഞടക്കാണ്. തുമാരെ ധർമ്മയ്ക്ക് ബാത് അലഗ്. നമ്മുടെ ഈ ധർമ്മത്തിന്റെ കാര്യം വ്യത്യസ്തമാണ്. ബാക്കി ഡ്രാമ പ്ലാൻ അനുസാർ വേ സ്വർഗമേം ആ നഹിയും ശക്തി. ബാബ പറഞ്ഞു സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരെല്ലാവരും ദൈവത്തെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ആരും ആരോടും യാചിക്കാനില്ല. എല്ലാവരും ദൈവങ്ങളാണ്. അതുകൊണ്ട് 33 കോടി ദൈവങ്ങളല്ല, ദേവതകളാണ്. അത് ദൈവത്തെ. ബാബ പറയുന്ന ആ ധർമ്മം ഒന്ന് വേറെ, ബാക്കിയെല്ലാം ഇരുട്ടിൽ തുടങ്ങിയ ധർമ്മങ്ങളാണ്. അവരാരും തന്നെ സ്വർഗത്തിലേക്ക് വരാൻ പോകും. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊന്നും സ്വർഗത്തിലേക്ക് വരാൻ പോണില്ല. ഹമാര ധർമ്മസ്ഥാപക ഫലാനി സമയപ്പർ ആയാഹി. വരും, അവർ ജ്ഞാനമെടുത്ത വരും. ബാബ പറയാണ് നമ്മുടെ ധർമ്മസ്ഥാപകർ ഇന്ന സമയത്ത് വരും. ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ക്രൈസ്റ്റ് കൊയി സ്വർഗമേ ധോടേഹി ആയ. ക്രിസ്തു ഒരിക്കലും സ്വർഗത്തിൽ പോയിട്ട് അല്ലെ? അവർ കഴിക്കുന്നത് ക്രിസ്തു ആയിരിക്കും അടുത്ത ഏറ്റവും പ്രധാന സീറ്റിൽ കയറിയിരിക്കുന്നത്. മുഹമ്മദിന്റെ ആൾക്കാർ പറയുന്നു അവിടെ ഒരു പ്രധാന സീറ്റ് ഉണ്ട്, അത് മുഹമ്മദിനുള്ളതാണ്, അത് കൃഷ്ണന്റെ സീറ്റാണ്. ഏത് സബ് ബാത്തേം ഇസ് ജാഡ് സേ ഹി ബുദ്ധിമേം ആയേഗി സിഡി സെ നഹി. ഈ കാര്യങ്ങളെല്ലാം ആ മരത്തിന്റെ വൃക്ഷത്തിന്റെ ചിത്രത്തിൽ കൂടെ ബുദ്ധിയിൽ വരികയുള്ളൂ. ഏണിപ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഇല്ല. ചാടുപട അച്ചാഹി. വൃക്ഷത്തിന്റെ ചിത്രം വളരെ നല്ലതാണ്. സമച്ചെങ്കിൽ ഏഹ് ബനായ നാടകം. ബാബ പറയാണ് ഇത് അനാദിയായി ഉണ്ടാക്കപ്പെട്ട ഒരു നാടകമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ബാക്കി യോഗയ്ക്ക് ബാധ്യത്വം സമച്ചിട്ടേ. ബാക്കി യോഗത്തിന്റെ കാര്യം നമുക്കറിയാം. ഹം പാവനൻ ബാപ്പോ യാദ് കരേം തോ വികർമ്മ വിനാശം. നമ്മൾ പാവനമായി ബാബയെ ഓർമ്മിച്ചാൽ വികർമ്മങ്ങൾ വിനാശമാകും. ജബ് യോഗയുക്ത ഹോ ജായെങ്കിൽ തബ് അപ്നാഭി പദ പട് ജായേഗ. നമ്മൾ യോഗയുക്തമായി മാറുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാവും. രചയിത അവർ രചനാക്കി നോളജ് ആകെ ചെൽക്കർ സബ് സംശയിക്കേ. രചയിതാവിനെ കുറിച്ചും രചനയെ കുറിച്ചുള്ള അറിവ് കുറെ കഴിയുമ്പോൾ എല്ലാവരുടെയും ബുദ്ധിയിലേക്ക് വരും. അഭിനയം ഇപ്പോഴാവും വേദത്തില്ല. ഡ്രാമ ബി ബഡി യുക്തി ബഡാ യുക്തി സെ ബനാ ഹുവാഹി. ഈ നാടകം വളരെ യുക്തിയോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ലഡായിത്തോ ലഗ്നി ഹി ഹെ. യുദ്ധം നടക്കുക തന്നെ ചെയ്യും. अभी तुम्हारी बुद्धि में एक ड्रामा का रास है. अगर कोई नया आ जाता तो शुरू से लेकर समझाना पड़ता है. ഇപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഈ ഡ്രാമയുടെ രഹസ്യമുണ്ട്. ആരെങ്കിലും പുതിയതായിട്ട് വരുമ്പോൾ ആരംഭം മുതൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഏത് ബഡി ലംബി കഹാനി. ഇത് വളരെ ദൈർഘ്യമുള്ളൊരു കഥയാണ്. ആയി ബഹു തൂഞ്ചി മഗർ തുമാരെ ലിയെ കോമൺ ഹെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണമാണെങ്കിലും ഇത് വളരെ ഉയർന്ന ഒരു നാടകമാണ്. തും ജാനത്തെ ഹോ ഏക് സീഡി കാ ചക്ര കൈസെ ഘുർത്താ ഹെ. ഈ ഏണിപ്പടിയുടെ ചക്രം, അതായത് കാലചക്രം എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് നമുക്കറിയാം. ബാബ കാത്തെ ഹെ മീട്ടെ ബച്ചി ഭക്തി മാർഗമേ തുമ്നെ കിത്തനി തക്ലീഫ് ലി. ബാബ പറഞ്ഞു തരികയാണ് മധുരമായ കുട്ടികളെ, ഭക്തി മാർഗത്തിൽ എത്ര കഷ്ടപ്പെട്ടു. ഏക് ബി ഡ്രാമയെന്നു, അതും ഡ്രാമയിലുണ്ട്. ഈ കഷ്ടപ്പാടുകളൊക്കെ ഇതാണ്. ഏക് സുഖ ദുഃഖ കാ ഖേൽ തുമാരെ ഊപ്പർ ബനാ ഹുവാ. ഈ സുഖദുഃഖത്തിന്റെ കളി നമ്മളിൽ ഭാരതവാസികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ദേവതകളിൽ. തും ബഹുത് ഉജ്ബി ബൻ തെഹുത്തോ നീജ്ബി ബൻ. നമ്മൾ ഏറ്റവും ഉയർന്നവരാ, അവർ ഏറ്റവും താണവരുമാണ്. ബാബ കാദ്ദേഹി മീട്ടെ ബച്ചി മെം ഇസ് മനുഷ്യ സൃഷ്ടിക്ക ബീജരൂപം. ബാബ പറയുകയാണ് മധുരമായ കുട്ടികളെ, ഞാൻ ഈ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ചാടുക്കാ സാരാ നോളജ് തോ ജരൂർ മേരെ പാസ് ഹി ഹോഗ. ഈ വൃക്ഷത്തിന്റെ പൂർണ്ണമായ അറിവ് എന്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. ബടുക്കെ ജാടുക്ക മിസാൽ ബി ഇൻകെ ഊപ്പർ ബി. പേരാലിന്റെ ഉദാഹരണം ഈ വൃക്ഷത്തിന്റെ മുകളിലാണ്. സന്യാസി ലോക ബി മിസാൽ ദേത്തെ. സന്യാസികളും ഉദാഹരണമൊക്കെ പറയാറുണ്ട്. പരന്തു എനിക്ക് ബുദ്ധിമേ കുച്ച്ബി നഹി. ഉദാഹരണം പറയുന്നുള്ളൂ. ഊർദ്ധം മൂലം അധശാഖ അശുദ്ധം എന്നൊക്കെ പറയും. ഭഗവരം പറച്ചിലേ ഉള്ളൂ, ഒന്നറിയാൻ പറഞ്ഞു. തും തോ ജാനത്തെ ഹോ കൈസെ ആദി സനാതൻ ദേവി ദേവതാ ധർമ്മം പ്രായലുഭ ഹോ ജാത്ത ഹൈ. നമുക്കറിയാം ഈ ആദി സനാതന ദേവി ദേവതാ ധർമ്മം എങ്ങനെ കാലഹരണപ്പെട്ടു. അഭിവഹ ഫൗണ്ടേഷൻ ഹൈനഹി. ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ആ ഫൗണ്ടേഷൻ ഇപ്പോഴില്ല. ബാക്കി സാരാ ജാട് കടാഹി. ബാക്കി വൃക്ഷം മുഴുവൻ നിൽക്കുന്നുണ്ട്. സബി ധർമ്മഹേ. ബാക്കി ഏക ധർമ്മന്. എല്ലാ ധർമ്മങ്ങളും ഉണ്ട്, ആ ആദ്യത്തെ ധർമ്മമില്ല. ബഡ്കാ ജാഡ്ബി ദേഹോ കൈസെ കടാഹി. പറഞ്ഞു ഈ പേരാൽ നിൽക്കുന്ന എങ്ങനെയാണ്. ദൂർ ഹൈ നഹി. അതിന് കട കാണാനില്ല. ഫിർബി ജാഡ് സദൈവ് ഹരാപരാഹി. എന്നിട്ടും ആ മരം സദാ പച്ചപ്പോട്ട് നിൽക്കാണ്. ദൂസരെ ജാഡ് ഫൗണ്ടേഷൻ ബിഗർ സൂഖ് ജാത്തേ ഹി ക്യോങ്കി ദൂർ ബിഗർ പാനി കൈസെ മിലെ. മറ്റേത് മരമാണെങ്കിലും ഈ കടയില്ലെങ്കിൽ ബാബ നിൽക്കത്തില്ല, വേരിലേക്ക് നിൽക്കത്തില്ല. കാര്യം വേരിൽ കൂടെ വെള്ളം കിട്ടുന്നത്. പക്ഷെ ഈ മരത്തിന് ബാബ പറയുന്ന അത്ഭുതമാണ്, അതിന് വേര് കടയില്ലെങ്കിൽ പോലും അതിന് പച്ചച്ചു നിൽക്കും. പരന്തു ബഹു ബഡ്കാ ജാഡ് സാരാ താജാ ഖട ഏഹ് വണ്ടർഹീന. എന്നാൽ ഈ പേരാൽ മരം എന്നും നല്ല പച്ചപ്പോട് നിൽക്കും, അതൊരു അത്ഭുതമല്ലേ. വൈസേഹി ഇസ് ജാഡിമേമ്പി ദേവി ദേവതാ ധർമ്മ. അതേപോലെ ബാബ പറഞ്ഞ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ആ തുടക്കമായ ദേവി ദേവതാ ധർമ്മം ഇതില്ല.
അപ്പനേക്കോ സമചിത്തേ ഹി നഹി ദേവതാ ധർമ്മയ്ക്ക് ബദലെ ഹിന്ദു കഹദിയ. നമ്മൾ ദേവതകളാണെന്ന് മനസ്സിലാക്കുന്നില്ല, പകരം നമ്മൾ ഹിന്ദുക്കളാന്നാ പറയുന്നത്. ജബ്സെ രാവൺ രാജു ശുരു ഹുവാ ഹി तो ദേവി ദേവത കഹലാനെ ലായക്ക് നഹി രഹേ. രാവണ രാജ്യം ആരംഭിച്ചതുപോലെ ദേവീ ദേവതകൾ എന്ന് വിളിക്കാനുള്ള യോഗ്യത നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പവിത്രതയുടെ കിരീടം പോയപ്പോൾ നമുക്ക് പിന്നെ ദേവത എന്ന് വിളിക്കാൻ കൊള്ളത്തില്ല. तो नाम बदल हिंदू रख दिया. അപ്പൊ പേര് മാറ്റിയിട്ട് ഹിന്ദു എന്നുള്ള പേര്. देवदावों की सिर्फ जड़ चित्र निशानी जाकर रही ही जिसमें समझते സ്വർഗമേം ഉനോക രാജ്യം था. ദേവതകളുടെ ജഡചിത്രങ്ങൾ മാത്രമേ അടയാളമായിട്ടുള്ളൂ. അതിൽ കൂടെ മനസ്സിലാക്കാം, അതായത് ഇവിടെ സ്വർഗത്തിൽ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. പരന്തു വഹ സ്വർഗ കബ്ദ യഹ് വൈനഹിഞ്ച. എന്നാൽ ആ സ്വർഗം എന്നായിരുന്നു ആരും അറിയില്ല. സത്യക്ക് ആയു ബഹുത് ലംബി ചവടി കർദി. സത്യത്തിന്റെ ആയുസാണെങ്കിൽ വലിച്ചു നീട്ടി പറഞ്ഞിരിക്കുകയാണ്. ജോ പാസ്റ്റ് ഹോഗയാ ഹി വഹ് ഫിർ അപ്പനെ സമയ പർ ഹി റിപ്പീറ്റ് ഹോഗ. കഴിഞ്ഞു പോയ കാര്യം ഇനി അതിന്റെ സമയത്തെ ആവർത്തിക്കുള്ളൂ. വഹി ഫീച്ചേഴ്സ് അഭി ദോടെ ഹി ഹോ സക്ത. അതേ ദേവതകൾ ഇനിയിപ്പോ ആ രൂപത്തോടുകൂടി ഇവിടെ വരത്തില്ല. വഹ് ഫിർ സ്വർഗമേ ഹി, അത് പിന്നെ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. ഏത് ഞാൻ തും ഹി സംബന്ധിച്ചു. അതിന് 5000 വർഷത്തെ ഒരു ജയന്റ് വീല് കറങ്ങിക്കൊണ്ടിരിക്കും, വലിയൊരു വീല് കറങ്ങാൻ. അപ്പൊ ഓരോരോ രംഗങ്ങൾ അതാത് സമയത്ത് ഇങ്ങനെ വരും. 5000 ഈ രംഗം അടുത്ത 5000 വർഷത്തിന് ശേഷം ഇതുപോലെ തന്നെ വരും. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ, ഇതാണ് രഹസ്യം. ഈ രഹസ്യം നമുക്ക് അറിയാം. ബാക്കി ബഹുസബ് ഭക്തി കർത്തെ പദ്ധതി ബന്ധത്തെ രഹസ്യത്തെ. ബാക്കി ആളുകൾ കണ്ടമാനം പുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഭയങ്കര ബഹളമുണ്ട്, ഭയങ്കര ജാടയാണ്. ബാബ പറഞ്ഞു ഒരു വിശേഷവും ഇല്ല, അത് അഴകി പോയിക്കൊണ്ടിരിക്കുക. പാവൻ ദുനിയാധി തുമക്കോ ബാബായിട്ട് സമച്ചാത്തെ കാത്തെ പീക്കെ ആപ്പ് ജാനി ജാനൊക്കെ. ഇവിടെ പാവന ലോകമായിരുന്നു. ബാബയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും പറയാറുണ്ട് ഈശ്വരൻ ജാനി ജാൻ, എല്ലാം അറിയാവുന്ന ആളാണ്. ബാബ കാത്തെ മേ കൊയ് ഏക്ക് ഏക്ക് ദിൽക്കോ ദോടെ ഹി ബൈഠ് ജാനൂങ്ക. ബാബ പറയുകയാണ്, ഞാനിങ്ങനെ ഓരോരുത്തരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇരുന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ല. കൊയ് കാത്തെ ബാബ ആപ് തോ സബ് കുച്ച് ജാനത്തെ ഹോ ഹം വികാർ മേ ജാത്തെ ഹി ആപ് സബ് ജാനത്തെ ഹോ. ചില ബാബയുടെ കുട്ടികൾ തന്നെ പറയാണ്, ബാബ അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ, ഞാൻ വികാരത്തിലേക്ക് പോകുന്നുണ്ട്, ബാബയ്ക്ക് അറിയാമല്ലോ. ബാബ കാത്തെ മേ സാരാ ദിൻ ബൈഠ് ഏക്ക് ജാനത്തു ഹോ ക്യാ. ബാബയ്ക്കാണ് ദിവസം മുഴുവൻ ഇരുന്ന് നിങ്ങൾ വികാരത്തിൽ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ. മേൻ തോ ആയാഹും പതിതവും പാവൻ ബൻ. ബാബറിനോ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല അല്ലെ. അതാണ് ബാബർ എന്റെ അടുത്ത് തുറന്ന് പറയുന്ന എല്ലാ കാര്യവും. അപ്പൊ എല്ലാം ബാബയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ബാബ പറഞ്ഞു, ഞാനെന്താ നിങ്ങൾ വികാരത്തിൽ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുക ദിവസം. ഞാൻ വന്നിരിക്കുന്നത് പതിതരെ പാവനമാക്കാൻ. അപ്പൊ അറിവിനെ നമ്മൾ മനസ്സിലാക്കും. ഓരോ ഇല അനങ്ങുന്നത് ബാബയ്ക്ക് അറിയാം. അവർ അറിഞ്ഞിട്ട് എന്താ വിശേഷം? ഓടാനും കൂടിയ ഇലകൾ, ഇത് എങ്ങനെയാ അനങ്ങുന്നത്, കിഴക്കോട്ടാണ് നീങ്ങുന്നത്, ഇതൊക്കെ എനിക്കറിയേണ്ട കാര്യമല്ല. അതുപോലെ മനുഷ്യന്റെ മനസ്സിൽ പല കാര്യം നടക്കും. മനുഷ്യൻ എന്തെല്ലാം ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പുട്ടുണ്ടാക്കി, ഇതൊക്കെ ബാബറിന് എനിക്കറിയേണ്ട കാര്യം. നിങ്ങൾ പുട്ടുണ്ടാക്കി, ദോശ ഉണ്ടാക്കി. അപ്പൊ അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, ആദിമധ്യാന്തത്തിന്റെ അറിവ് എനിക്കറിയാം, അത് വേറെ ആർക്കും അറിയില്ല. അതിനാണ് ഞാൻ സാഗരുന്നത്. പക്ഷെ മനുഷ്യർ തലതിരിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. മനുഷ്യർക്ക് ഒന്നും അറിയില്ല എന്ന് ബാബ പറഞ്ഞു. തും ജാനത്തെ ഹോ ഹം ബാബാസെ സുഖ വാർസാലി. നമുക്കറിയാം, നമ്മൾ ബാബയിൽ നിന്ന് സുഖത്തിന്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സബ് വാപ്പിസ് മുക്തിധാമേ ചലേ ജായ്. ബാക്കി എല്ലാ ആത്മാക്കളും മുക്തിധാമത്തിലേക്ക് മടങ്ങി. കൈസെ ജായെങ്കിൽ, എങ്ങനെ പോകും? ഇസ്മേ തുമാര ക്യാ ജാത. അവർ എങ്ങനെയും പെട്ടു, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അപ്പൊ നമ്മളിലേക്ക് അവരെങ്ങനെ പോകും? ധർമ്മരാജ്യത്തിൽ എങ്ങനെയായിരിക്കും ശിക്ഷ? ശങ്കരാചാര്യർക്ക് ശിക്ഷയുണ്ടോ? ക്രിസ്തുവിന് ശിക്ഷയുണ്ടോ? ബാബയ്ക്ക് നിങ്ങൾക്ക് എന്താ ഇതിന്റെയൊക്കെ കാര്യം? ബാബാഹി ആക്കർ മുക്തി ജീവൻ മുക്തിമേ ലേ ജാത്തെ. ബാബ തന്നെ വന്നിട്ടാണ് മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും കൊണ്ടുപോകുന്നത്. ഹിസാബ് കിതാബ് ചുക്തൂക്കർ സബ്കോ ജാന. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കർമ്മത്തിന്റെ കണക്കുകൾ ഉണ്ടാക്കിയത് ആരാണെങ്കിലും അത് തീർത്തിട്ടേ പോകാൻ പറ്റും, തീർത്ത് പോവുകയും ചെയ്യും. തുംകോ സദോപ്രധാൻ ബന്നാഹി. നമ്മൾ ഈ സമയത്ത് സദോപ്രധാനമാകും. തും ദൂസരേക്ക് ബാത്തിലേക്ക് ജാത്തെ. ബാബയ്ക്കാണ് നിങ്ങൾ ഇതിനെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് പോകുന്നത്. അവർക്ക് എന്ത് ശിക്ഷ കിട്ടും? അവർക്ക് എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നില്ല? തമോ പ്രധാൻ സെ സദോ പ്രധാൻ ബനാനെ വാല ഏക് ഹി ബാബയ്ക്ക്. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാക്കുന്നത് ഒരേ ബാബയാണ്. ഭക്തിമാർഗമേ ജ്ഞാനിക്ക് രക്തി നഹി ഹോ സക്തി. ഭക്തിമാർഗത്തിൽ ജ്ഞാനത്തിന്റെ ഒരു തരി ഉണ്ടാകും. ഒരു തരി പോലും ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പുസ്തകജ്ഞാനം ഉണ്ട്, തരി പോലും ഇല്ല. കഹത്തെ ഞാൻ അവർ ഭക്തി, ജ്ഞാനവും ഭക്തി എന്ന് പറയാറുണ്ട്. പൂച്ചു ഞാൻ കിത്തന സമയം അവർ ഭക്തി കിത്തന സമയം ചെലുത്തി. അപ്പൊ അവരോട് ചോദിക്കും, ഭക്തി എത്ര കാലം ഉണ്ടാവും, ജ്ഞാനം എത്ര കാലം ഉണ്ടാവും? കുച്ചുബി ബദാനായി സത്യം. ഒരു വാക്കുണ്ട്, ആ വാക്ക് സത്യമാണ്. ഭക്തി ജ്ഞാനം ഇത് പുരാണത്തിലുണ്ടാവും. പക്ഷെ അത് എന്താണ് ഒന്നും അറിയാൻ പാടില്ല. ഭക്തി അലഗ് ചേസക്കെ ബാബ ഖുദ് ഹി സമച്ചാത്തെ മേം കൈസെ ആത്താകും ഇസ്മേം പ്രവേശിക്കർത്താവും. ഭക്തി വേറൊരു സാധനമാണ്. ബാബ സ്വയം വന്ന് മനസ്സിലാക്കി തരികയാണ്, ഞാൻ എങ്ങനെയാണ് വരുന്നത്, ഞാൻ ആരിലാണ് പ്രവേശിക്കുന്നത്. മനുഷ്യ ഭക്തി മാർഗമേ ഫസേ ഹുയെ ഹോനെ കെ കാരണം മുझे മുഷ്കിൽ ഹി പഹചാൻ.
എന്നാൽ ഈ ഭക്തിയിൽ അങ്ങ് കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് ഞാൻ വന്ന കാര്യം വളരെ ബുദ്ധിമുട്ടിയാൽ പോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല. इसलिए तुम शिव शंकर के चित्र पर समझ जाते हो. അതുകൊണ്ടാണ് നമ്മൾ ശിവൻ വേറെ ശങ്കരൻ വേറെ ഇങ്ങനെയൊക്കെ ചിത്രം ഉണ്ടാക്കി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആൾക്കാർ ഭക്തിയിൽ ശങ്കരന്റെ കുറെ കഥകൾ വായിച്ചിട്ടുണ്ട് ശിവപുരാണത്തില് അല്ലെ. എന്തോ ഒരു വെട്ടും കുത്തോട്ട് നടക്കുന്ന ആളാണ്, എന്തോ ഒരു ശക്തിമാനാണ്, അങ്ങനെ കാല് ഇടിക്കാനൊക്കെ ഇഷ്ടമുള്ള പവറാണ്. വഹ് ദ്വനം കോ ഏക് കർ ദേത്തെ, അവരാണ് ഇത് രണ്ടുകൂടി കുഴച്ചു മറിച്ചു വെച്ചിരിക്കുകയാണ്. വഹ് സൂക്ഷ്മോദൻ വാസി വഹ് പരംധാം കെ വാസി ദ്വനം കെ സ്ഥാൻ അലഗ് അലഗ്. ഒരാൾ സൂക്ഷ്മലോകവാസിയാണ്, ഒരാൾ പരംധാം നിവാസി. അവർ രണ്ടുപേരുടെയും താമസ സ്ഥലം വേറെ. ഏക നാം കൈസേ രഖ് സക്തേ, പിന്നെ രണ്ടുപേർക്ക് അങ്ങനെ ഒരു പേര്. വഹ് നിരാകാരി വഹ് ആകാരി, ഒരാൾ നിരാകാരി ഒരാൾ ആകാരി. ഐസെ ദോടേക്ക് കഹേങ്കി ശങ്കർമേ ശിവക്ക പ്രവേശിക്കുക. എന്നാൽ ഇങ്ങനെ ആൾക്കാർ പറയും അപ്പൊ ശങ്കരിൽ ശിവൻ പ്രവേശിച്ചു കാണും. അവർ അങ്ങനെയില്ല. इसलिए तुम ശിവശങ്കർ കഹ ദേത്തെ, അതുകൊണ്ടാണ് അവർ ശിവശങ്കര എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറയും. ബാബ സമച്ചാത്തേ ഹി മേം തോ ഇസ് ബ്രഹ്മാമേം പ്രവേശ് കർത്ത. ബാബ പറയാണ് ഞാൻ ശങ്കരനിൽ പ്രവേശിക്കില്ല, ഞാൻ ബ്രഹ്മാവിലാണ് പ്രവേശിക്കുന്നത്. തുംകോ യഹ് കിസ്നെ ബതായ കി ശിവശങ്കർ ഏക്, ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ശിവനും ശങ്കരനും ഒന്നാണ്? ശങ്കർ കൊത്തോ കബി കോയി ഗോഡ് ഫാദർ നഹീം കാത്തെ. ശങ്കരൻ ആരെങ്കിലും ഗോഡ് ഫാദർ എന്ന് പറയാം. ക്രിസ്ത്യാനികൾക്ക് ശങ്കരനെ പടം കൊടുത്തിട്ട് പറയും ഇതാണ് ഗോഡ് ഫാദർ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കണ്ട വലിച്ചെറിഞ്ഞു. ഉൻകോത്തോ ഗലേമേ സാമ്പ് ഡാൽ ശക്തൽ ഹി കൈസെ ബനാതി. കഴുത്തിൽ പാമ്പ് കെട്ടി വെച്ചിരിക്കുക, ദൈവത്തിന്റെ കഴുത്തിലെ പാമ്പ് കെട്ട് മോഹമൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഡ്രസ്സൊക്കെ വളരെ കുറവാണ്. ആളിങ്ങനെ ഒരു ജിംനേഷ്യത്തിൽ പോയി നല്ല മസിലൊക്കെ പിടിച്ച് കളരിപ്പയറ്റൊക്കെ പഠിച്ച ഒരാളെ പോലെയാണ് ദൈവത്തെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞാൽ മറ്റു മതക്കാരെ സമർപ്പിക്കും. ഒരു ബയൽപ്പർ സവാരി ദിക്കാൻ, അതും പോരാത്തന്നെ ഒരു കാളയെ കൊടുത്തിട്ട്, പാമ്പുണ്ട് പിന്നെ കാളയുടെ മുകളിലാണ്. ശങ്കർക്കോ ഭഗവാൻ തോ ബിൽക്കുൽ ഹി നഹീം മാനെ. പറഞ്ഞു ഈ ശങ്കരനെ കൊണ്ടുപോയിട്ട് ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആര് സ്വീകരിക്കാൻ പോയി? ഏത് ശിവബാബാക്കി ഭക്തിമേ സബ്കി മനോകാമന പൂർണ്ണ കർമ്മി. ബാബ പറയണു ഈ ഭക്തിയിൽ ധാരാളം മനോകാമനകളുണ്ട് ഭക്തർക്ക്, ഇതെല്ലാം പൂർത്തീകരിച്ച് ഞാനൊരാളാണ്. ശങ്കർ കെലിയത്തോ ഒരു സിർഹത്താതെ ആങ്ക് കൊല്ലിത്തോ വിനാശം പോയി. ശങ്കരനെ കുറിച്ച് എന്താ പറയാറുള്ളത്? ഇയാൾ കണ്ണു തുറന്നാൽ വിനാശം നടക്കും. ബാബ പറഞ്ഞു ഇയാൾ സംഹാരമൂർത്തിയാണ്, ഞാനാണ് കല്യാണക്കാരൻ. ബാക്കി സൂക്ഷ്മതന്മേ കൊയ് ബായിര് സർപ്പ് ആദി തുടങ്ങി പോട്ടെ ബഹുത്ത പൈതായി സെഹാങ്കി. സൂക്ഷ്മ ലോകത്തിൽ ബാബ പറഞ്ഞു കാളയുമില്ല സർപ്പവുമില്ല, അതുങ്ങളൊക്കെ ഇവിടെയാണ് ജനിക്കുന്നത്. ഇത്തനെ പത്തർബുദ്ധി ബന്ധി. അപ്പോൾ ഈ ഭക്തിമാർഗത്തിലെ കാര്യം ബാബ പറഞ്ഞു എന്തോ ഒരു കല്ലുബുദ്ധിയുള്ള മനുഷ്യൻ അല്ലെ. ഇങ്ങനെ കുറെ ദൈവങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി കല്ലുപിടുത്തും ബഹളവും. സമാധാനം എന്ന് പറയുന്നത് സാധന ജനത്തിൽ അവർക്കും ഇല്ല, അവർക്കും ടെൻഷനാണ്, അസൂയയാണ്, വെട്ടും കുത്തുമാണ്. ബാബ പറഞ്ഞു ഇതൊക്കെയാണ് ഭക്തിമാർ, ഇതിന് പറയും ഇതാണ് സത്യം. ഇതൊക്കെയാണ് വലിയ വലിയ ഗുരുക്കന്മാർ കൊണ്ട് നടക്കാണ്. യഹബി സമുച്ചിതനഹിം ഹം പതിതഹിം, നമ്മൾ പതിതരായെന്ന് പോലും ആൾക്കാർക്ക് അറിയാൻ പാടില്ല. ബാബ കാത്തെ മേമീൻ സാധുവം കാബി ഉദ്ധാർക്കരണയായ. ബാബ പറഞ്ഞു നിങ്ങളെ പഠിപ്പിച്ച സന്യാസിമാരുണ്ടല്ലോ, ഇവരെയും കൂടി ഇവരുടെ ആത്മാവിനെ കൂടി ഉയർത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധനാക്കി ജാതി കുച്ച് പ്രാപ്തിക്കലി, അവര് സാധന ചെയ്യുന്നതുകൊണ്ടാണല്ലോ സന്യാസി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ അവര് സാധന ചെയ്യുന്നത്. तो साधु लोग पर अपने को शिव ഭഗവാൻ കൈസെ കൈലാസത്തെ. പിന്നെ അവര് ഞാൻ ശിവനാണ്, ഞാൻ ഭഗവാൻ എന്ന് അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റും? അവര് ദൈവത്തെ കിട്ടാൻ വേണ്ടി തപസ്സും ചെയ്തു. എന്നിട്ട് പറയുന്നത് എന്താണ്? ശിവോഹം 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 നിജാനന്ദ സ്വരൂപം ശിവോഹം ശിവ. ശിവക്കോ സാധന കർണയ്ക്ക് ദർക്കാർ ഹി നഹി. ബാബ പറഞ്ഞു ശിവന് സാധന ചെയ്യേണ്ട കാര്യമുണ്ട്, ഇവര് ശിവനാണ് പിന്നെ എന്തിനാ സാധന ചെയ്യുന്നത്? ഉനം കൊത്ത നാം ഹി ഹെ സന്യാസി. വേറെ അവരുടെ പേര് സന്യാസി, ദൈവം എന്നല്ല. ഭഗവാൻ കോ കബി സന്യാസ് കർണ പഡ്താ ഹി ക്യാ. ഭഗവാൻ എന്തെങ്കിലും സന്യസിക്കേണ്ടവരുടെ ആവശ്യമുണ്ട്? സന്യാസ് ധാരൻ കരണേ വാലേക്കോ ഏരു വസ്ത്ര ധാരൻ കരണേ പടുത്തെ. സന്യാസം ധാരണ ചെയ്യുന്നവര് കാഷായ വേഷം ധരിക്കാറുണ്ട്. ഭഗവാൻ കോ ബി യഹ് വേഷ ധാരൻ കർണ പഡ്താ ഹി ക്യാ. അപ്പൊ ചോദിക്കണം ഭഗവാൻ എന്താ കാഷായം ധരിച്ചുകൊണ്ട് നടക്കേണ്ട വരൂ, കാവ്യം ധരിച്ചുകൊണ്ട് നടക്കേണ്ട വരൂ? ഇത് ബാബു ചോദിക്കുകയാണ് ഈ ഭക്തിമാർഗത്തിലെ പുസ്തകങ്ങൾ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, ഭക്തിമാർഗത്തിൽ എന്തെല്ലാം വിശ്വാസങ്ങൾ. പിന്നെ ബാക്കിയുള്ളത് സന്യാസിമാരാണ്, അവരാണ് കുറച്ച് ഭേദം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരാണെങ്കിൽ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാണ്, കാവ്യം ധരിച്ചുകൊണ്ട് നടക്കാണ്. അപ്പൊ ബാബ ചോദിക്കുകയാണ് ഞാനാണ് ഈ കാവ്യം ധരിച്ചുകൊണ്ട് നടക്കുന്നത്? ബഹുതോ ഭായി ഹി പതിത പാവം. ബാബ പറഞ്ഞു എനിക്കൊരു കാവ്യം എടുക്കേണ്ട കാര്യമില്ല, ഞാൻ പതിത പാവനാണ്. ഒരു ദേവതകളും കാവ്യം എടുക്കാറില്ല. ഏതെങ്കിലും കൃഷ്ണൻ കാവ്യം എടുത്തുകൊണ്ട് നടക്കും ഉണ്ടോ? രാമൻ കാവ്യം എടുത്തുകൊണ്ട് നടക്കും? ഇല്ല. കാവ്യം തന്നെ പ്രത്യേകമാണ്, കാവ്യം മുക്തിയുടെ പ്രതീകമാണ്. അവര് ജീവൻ മുക്തി, മഞ്ഞയാണ് കൂടുതൽ, മഞ്ഞ സുഖത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ബാബ പറയുന്നു ഞാനെന്തിനാ കാവ്യം എടുത്തുകൊണ്ട് നടക്കും? ഞാൻ സദാ പരന്താമത്തിലിരിക്കുന്ന ഞാൻ തന്നെ കാവ്യം എടുക്കുന്നു. കഹത്തെ മേം ഈ വേഷധാരിയും കാവ്യ ഉദ്ധാർ കർത്ത. ബാബ നമ്മളോട് പറയണ ഈ വേഷധാരികളുണ്ടല്ലോ, ഈ കാഷായ വേഷധാരികൾ, അവരുടെ ആത്മാവിനെ ഉദ്ധരിക്കുന്നത് ഞാൻ തന്നെ. എന്തിനെ പറയണെന്നറിയാം? ഇടയ്ക്ക് നമുക്ക് സംശയം വന്നിട്ട് അവരുടെ കട പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രാമ അനുസാർ ഹറേക്ക് അപ്പന അപ്പന പാട്ട് ബജാത്തെ.
പിന്നെ എന്തിനാ ബാബ അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവർ ഡ്രാമയിലെല്ലാം ഉണ്ട്. ഡ്രാമയിൽ അവരുടെ പാർട്ട് വേണ്ട, ഡ്രാമയിൽ നമ്മൾ മാത്രം മതി, എല്ലാം വേണം. ബാബ പറയണു അവരവർക്ക് കിട്ടിയ പാർട്ട് അഭിനയിക്കുന്നു. ഭക്തി മാർഗമേ മനുഷ്യ ജോ കുച്ചു കർത്തേ സമച്ചിത്തേനകേക്ക്. ഭക്തി മാർഗത്തിൽ ആളുകൾ എന്തെല്ലാം ചെയ്യും, അവർ ഒന്നും അറിയാൻ പാടില്ല. ശാസ്ത്രം ഇസ്കി സദ്ഗതിനഹി ഹോതി, സത്യമില്ലാത്തത് കൊണ്ട് ഈ പുസ്തകങ്ങളിൽ കൂടെ ആരുടെയും സദ്ഗതിയും ഉണ്ടാവില്ല. സദ്ഗതി ഹോത്തി ഹെ ഏക സത്യബാബ, സദ്ഗതി ഒരു സത്യമായ ബാബയിൽ നിന്നാണ്. ഡ്രാമ അനുസാർ യഹ് ശാസ്ത്ര ബി ജരൂരി. പിന്നെ എന്തിനാ ഇതൊക്കെ എഴുതിയത്? ബാബർ അതൊക്കെ ഡ്രാമയിൽ ഉള്ളതാണ്. ഡ്രാമ അനുസരിച്ച് അതൊക്കെ വരേണ്ടതാണ്. ഗീതാമേ ക്യാ ക്യാ ലിഖുവാഹി, ഗീതയിൽ എന്തൊക്കെ എഴുതി വെച്ചു? ഗീതയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ശിവ പരമാത്മാവ് കൽപ്പാവസാനം ബ്രഹ്മാവിൽ വരും. അപ്പൊ സാധാരണക്കാരായ മനുഷ്യര് ഈ ജ്ഞാനം എടുക്കും, അവര് സ്വർഗത്തിൽ പോകും. ഇങ്ങനെ എഴുതി വെച്ചാൽ അവർ അങ്ങനെ എഴുതി എല്ലാവരും അത് വായിച്ചിട്ട് ഓടി വന്നേനല്ലേ ഇവിടെ, എല്ലാവരും ഇവിടെ വന്നേ. അവർ അങ്ങനെയൊന്നും എഴുതി വെക്കത്തില്ല, എല്ലാം ഗുപ്തമായിട്ട് എഴുതി വെക്കും. അത് ലംഘിച്ച് അതിജീവിച്ച് വരുന്നവരാണ് ജ്ഞാനികൾ. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ അതിജീവിച്ച് വരണം, അതിനെതിരെ നല്ല ബുദ്ധി വേണം. ബാബ പറയണം ഗീതയിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കും. ഗീത കിസ്നെ സുനായി വഹബി കോയി ജാനത്തിനെ, എന്നാൽ ഗീതാജ്ഞാനം കൽപ്പിച്ചത് ആരാണ്? ആർക്കും അറിയാൻ പാടില്ല. തുമക്കോ മുഖ്യ ജോർ ദേനാ ഹെ ഗീത പർ. ബാബ പറഞ്ഞ കുട്ടികളെ നിങ്ങൾ ഗീതയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ഗീത ഹി സർവശാസ്ത്രമയി ശിരോമണി, ഗീത സർവശാസ്ത്രമയി ശിരോമണി. അഭി യഹ് ധർമ്മശാസ്ത്ര കിസ്നെ അവ രച അവർ ഇസസെ ക്യാ ഹുവ. ഇപ്പോൾ ഈ ധർമ്മശാസ്ത്രം ആരാണ് എഴുതിയത്? ബാബൻ അതിൽ കൂടെ എന്ത് സംഭവിച്ചു? കോയി ജാനത്തിനെ, ആർക്കും അറിയാൻ പാടില്ല. ഗീത ഹമേ ജോ കുച്ച് ലിഖത്തെ ആയേ ഹോ വഹ് റിപ്പീറ്റ് ഹോഗ. ഗീതയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് വീണ്ടും ആവർത്തിക്കും. ഹം ഉൻകോ അച്ഛാ വ ബൂരാ കുച്ച് നഹീം കർ, നല്ലെന്ന് പറഞ്ഞ ചീത്തെന്നും പറയുന്നത്. പരന്തു സമചിത്തെ യഹ് ഭക്തി മാർഗ സാമഗ്രി ജിസ്സെ മനുഷ്യ ഉതർത്തെ ആത്തെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് ഭക്തിമാർഗത്തിലെ സാധനമാണ്. ഇത് വായിച്ചു വായിച്ചാലും മോളിൽ പോയിട്ടില്ല, എല്ലാം താഴേക്ക് പോന്നിട്ടുള്ളൂ. 84 ജന്മം പൂരെ ലേത്തെ ലേത്തെ ഉദർത്തി കലാമെന്തോ ആനാഹി. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് അത് പതിച്ചേ മതിയാവും. जब सब अपना अपना पाठ बजाने आ जाते तब अंत में बाप आते ही सबको ले जाने के. അങ്ങനെ അഭിനയിച്ച് എല്ലാവരും താഴേക്ക് വന്നു, എല്ലാവരും അവസാനമാകുമ്പോൾ ബാബ പറയാണ് ഞാനും വരും എല്ലാവരെയും കൊണ്ടുപോകാൻ. ഉൻകോ കഹാ ജാതാ ഹി പതിത പാവൻ സർവ്വകാ സദ്ഗതി. ഈ അവസാനം വരുന്ന ആളിനെ വിളിക്കുന്നത് പതിത പാവനൻ, സർവരുടെയും സദ്ഗതിദാത. വഹ് ജബ് ആത്തെ തബ് ഹി ആകർ രചയിത രചന കെ ആദിമദ്യന്ത ഞാൻ സുനാത്തെ. ആ ബാബ വരുമ്പോൾ മാത്രമാണ് രചയിതാവിന്റെയും രചനയുടെ ആദിമധ്യാന്തത്തിന്റെയും ജ്ഞാനം കേൾപ്പിക്കുന്നത്. അപ്പൊ ബാബ പഠിക്കാതെ യഹ്ബിമായ ഘടി ഘടി കൊടുത്തു. ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അവസാനം വന്നിരിക്കുന്ന ഈശ്വരനാണ്. ബാബ പറഞ്ഞു ഇതൊക്കെ അടിക്കടി കുട്ടികളെ മറക്കാൻ, മായ മറപ്പിക്കാണ്. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചതുകൊണ്ട് സംശയം വരും, അതാണോ ശരി? ഒരു സന്യാസി കാണും, അപ്പൊ ഒരു സംശയം വരും, ഇയാൾ പറയുന്നില്ലേ ശരി, ശങ്കരാചാര്യ ശരി, സദ്ഗുരു എന്ന് പറഞ്ഞ ഒരാൾ നടക്കും, നല്ല അറിവുള്ള ഒരാൾ സദ്ഗുരു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്ലാസ്സൊക്കെ കേട്ടാൽ നല്ലോണം പോകും. അപ്പൊ ചിലപ്പോൾ സംശയം വരും, മായ വലിച്ചെടുക്കും. അതുകൊണ്ട് പറഞ്ഞു ഒന്ന് വായിക്കാൻ പാടില്ല. नहीं तो भगवान हमको पढ़ाकर विश्व का मालिक बनाते तो कितनी खुशी होनी चाहिए. ബാബ പറയുന്നത് മറന്നില്ലെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിച്ച് വിശ്വത്തിന്റെ അധികാരിയാക്കാണ്, എത്ര സന്തോഷം ഉണ്ടാവും. സത്യമേം ഇത് ഞാൻ നഹി ഹോക, സത്യത്തിലേ ഞാനൊന്നും ഉണ്ടാവില്ല. ഒരു ഭക്തി മാർഗമേ ബഹി ഭക്തിക്ക് ശാസ്ത്രമെങ്കിൽ, ഭക്തിമാർഗം വരുമ്പോൾ ഭക്തിമാർഗത്തിൽ അതേ ശാസ്ത്രങ്ങൾ വീണ്ടും വരും. 2500 വർഷ യഹ് പാട്ട് ബജാനാഹി. ബാബ പറയാണ് ഒന്നും രണ്ടും അല്ല, 2500 വർഷം നമ്മൾ ഈ ഭക്തി ചെയ്യും. അപ്പൊ എത്ര പുസ്തകം വേണം, എത്ര വിശ്വാസങ്ങൾ വേണം? 2500 വർഷം വണ്ടി ഓടിക്കണ്ടേ, രാത്രി മുഴുവൻ ഓടിക്കണ്ടേ? ഏത് ചക്രക്കാൻ ഞാൻ തുമാരി ബുദ്ധിമേഹി, ഈ ചക്രത്തിന്റെ ജ്ഞാനം നമ്മുടെ ബുദ്ധിയിലുണ്ട്. ഗോലോകത്തോ ന പതിത് പാവൻ ജാനത്തെ ന പാവൻ സെ പതിത് കോൻ ബനാത്തെ യഹ് ജാൻ. ആ ആൾക്കാർക്ക് ബാബ പറയണം പതിത പാവന ആരാന്ന് അറിയില്ല, പാവനമായത് എങ്ങനെയൊന്നും അറിയില്ല, പാവനമായവരെങ്ങനെ പതിതമായി ആരവരാക്കി ഒന്നും അറിയാൻ പാടില്ല. സിർഫ് ഖിലവന ബനാക്കർ ഖിൽത്തെ രഹത്തെ സമਝത്തെ കുछ भी नहीं. ബാബ വെറുതെ കളിപ്പാട്ടുണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കും, ഒന്നും അറിയാൻ പാടില്ല. ഇതൊന്നും പുറത്തുപോയി പറയരുത്, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഭക്തി എന്ന് പറഞ്ഞാൽ കുറെ വിവരം, കുറെ ഒരു ഇതില്ലാത്ത പുസ്തകങ്ങൾ. ബാബ പറഞ്ഞു കുറെ പാവകളേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്തില്ല. തുമ്കോ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ, ജ്ഞാനം കിട്ടാത്തവർക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടാവും. തുമ്കോ കഹെങ്കെ തുമ്പി ഭാരതവാസി ഹോ, തും ഫിർ കൈസെ കാത്തെ ഹോ കി സിർഫ് ഭാരതവാസി കുച്ച് നഹീം സമझते ബേ സമझे. നമ്മൾ വിളിക്കുന്നവൾ ഭാരതവാസികളാണ്, പിന്നെ ഭാരതവാസികൾക്ക് ഒന്നും അറിയാൻ പാടില്ല, അറിവില്ലാത്തവരാന്ന് പറയും. തും ബോലോ യഹ് ബേഹത്ത് കാ ബാപ്പ് കഹത്തെ വഹി നോളജ് തരാ. അപ്പൊ നമ്മൾ ഈ ഭാരതവാസി, ബാബ പറയണു ഇത് പറയുന്നത് ഭാരതവാസിയല്ല, ദൈവമാണ് ഈ പറയുന്നത്. അത് എല്ലാവരോടും ആണ് പറയുന്നത്, ഭാരതവാസികളോട് ദൈവമാണ് പറയുന്നത്. നിങ്ങൾ എന്തൊരു അറിവുള്ളവരായിരുന്നു, ഒരു അറിവില്ലാത്തവരായി. ഉൻ ദ്വാരാ സമച്ചിത്താർ ബനെ, ഞങ്ങളിപ്പോൾ ആ ഭഗവാനിലൂടെ അറിവുള്ളവരായി. ആളുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, പ്രദർശിനി ബഹുത്ത് ലോക കാത്തെ കാത്തെ യഹ് ഞാൻ ബഹുത്ത്.
പ്രദർശനയിൽ ധാരാളം പേര് വരും. അവർ എന്ത് പറയും, ഇതൊക്കെ നല്ല സൂപ്പർ ജ്ഞാനം വന്നു, ബാഹർ ഗയ ഖലാസ്, വെളിപ്പോയ ക്യോങ്കി വഹുസഭ രാവൺ കെ മുരീദ്, കാര്യം അവര് രാവണനെ പ്രിയപ്പെട്ടവർ. തും അബ് ബനേഹോ രാമ കെ മുരീദ്, ഇപ്പോൾ നമ്മളോ രാമനെ പ്രിയപ്പെട്ടവരായി. തും ബച്ചം കി ബുദ്ധി മേ ഹേക്കി ഹംകോ രചയിത ബാബ സമചാരഹ, നമ്മുടെ ബുദ്ധിയിലുണ്ട് രചയിതാവായ ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാബ സമചാരഹാഹി, ബാബ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. പതിതി സെ പാവൻ ബനാരഹാഹി, പതിതിൽ നിന്നും പാവനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ഹമാര കല്യാൺ കർത്തേഹി, ബാബ നമ്മുടെ മംഗളം ചെയ്യുകയാണ്. ഹംകോ ഫിർ അവരോംക കല്യാൺ കർണ, നമ്മൾ ഇനി എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ മംഗളം ചെയ്യണം. ജിതന ബഹുത് ഹംക കല്യാൺ കരേങ്കി തോ ഊഞ്ച് പത് പായെങ്കിൽ, എത്രമാത്രം നമ്മൾ മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്നു അത്രയും നമുക്ക് ഉയർന്ന പദവി കിട്ടും. റുഹാനി സേവ, ഇവിടുത്തെ സേവനം എന്താണ്, ആത്മാവിന്റെ ആത്മീയ സേവനമാണ് നമ്മൾ ചെയ്യുന്നത്. രൂഹം കോഹി സമചാര ഹോത്ത, ആത്മാക്കൾക്ക് തന്നെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. സമചിത്തി ബി രൂഹയെ, മനസ്സിലാക്കുന്നതും ആത്മാവ് തന്നെയാണ്. ആധാ കൽപ്പത്തും ദേഹാഭിമാനികൾ, ആരാ കൽപ്പം, നമ്മള് ദേഹത്തിന്റെ ബോധത്തിലാണ്. അപ്പൊ ദേഹമാണ് നമ്മൾ വിചാരിക്കുള്ളൂ, ആരെന്ത് പറഞ്ഞാലും ദേഹത്തിന്റെ ബോധം. ദേഹി അഭിമാനി ബനനേസെ ആധാ കൽപ്പ സുഖ്, ദേഹ അഭിമാനി ബനനേസെ ആധാ കൽപ്പ ദുഃഖ്. ദേഹി അഭിമാനിയാകുമ്പോൾ അരകൽപ്പം സുഖം, ദേഹാഭിമാനിയാകുമ്പോൾ അരകൽപ്പം ദുഃഖം. ഇത്തനാ ഫർക്ക്, രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം. തും ജബ് വിശ്വക്കെ മാലിക് ധേ തോ കൊയ് ധർമ്മ നഹീം ഥാ, നമ്മൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നപ്പോൾ വേറെ ധർമ്മങ്ങളൊന്നും ഇല്ലായിരുന്നു. അഭിക്ക് ഇത്തനെ മനുഷ്യർ, ഇപ്പോൾ മനുഷ്യരെത്രയായി. അഭിത്തും ഹോ സംഗം, നമ്മളാണെങ്കിൽ ഇപ്പോൾ എന്താണ്, സംഗമാണ്. അച്ഛ मीठे मीठे सिकिल दे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की, रूहानी बच्चों को नमस्ते, रूहानी बच्चों की, रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ, ഓർമ്മയുടെ ബലത്തിലൂടെ എല്ലാ കർമ്മക്കണക്കുകളും തീർത്ത് സദോപ്രധാനമായി വീട്ടിലേക്ക് മടങ്ങി പോകണം. ഓർമ്മയുടെ ബലത്തിലൂടെ സദോപ്രധാന എല്ലാ കർമ്മക്കണക്കുകളും തീർത്ത് സദോപ്രധാനമായി മാറി മടങ്ങി വീട്ടിലേക്ക് പോകണം. ദൂസരി കിസി ബി ബാത്തുമേ നഹി, വേറെ ഒരു കാര്യത്തേക്ക് അവർക്ക് എന്ത് പറ്റും, ഇവർക്ക് എന്ത് പറ്റും, ആ ഒരാളൊക്കെ ഞാൻ നോക്കിയിട്ടില്ല, നമ്മളെ ഈ പണി ചെയ്താൽ. ഭഗവാൻ നമ്മളെ പഠിപ്പിച്ച് വിശ്വത്തിന്റെ അധികാരിയാക്കുകയാണ്. ഈ സന്തോഷത്തിൽ കഴിഞ്ഞു ആത്മീയ സേവനം ചെയ്യണം. ഇന്നത്തെ വരദാനം, സാധാരണത ദ്വാര മഹാനത കോ പ്രസിദ്ധ കർണേ വാലെ സിമ്പിൾ और സാമ്പിൾ ഭാവം, സാധാരണതയിലൂടെ മഹാനതയെ പ്രത്യക്ഷമാക്കുന്ന പ്രസിദ്ധമാക്കുന്ന സിമ്പിൾ और സാമ്പിൾ, സിമ്പിളുമായിരിക്കണം, സാമ്പിൾ മോഡലുമായിരിക്കണം. എന്നിട്ട് ബാബു പറയാണ്, ജൈസെ കൊയ് സിമ്പിൾ ചീസ് അഗർ സ്വച്ഛ് ഹോത്തി തോ അപ്പനെ തരഫ് ആകർഷിച്ചു. ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള സാധനം സ്വച്ഛമാണെങ്കിൽ നമ്മളെ ആകർഷിക്കും. സ്വച്ഛവും സിമ്പിളുമായ ഒരു സാധനം മനുഷ്യരെ ആകർഷിക്കും. ഐസെ മനസ്സാക്കെ സങ്കല്പോമേ സംബന്ധമേ വ്യവഹാരമേ रहन सहन में जो सिंबल और स्वच्छ रहते वह സാമ്പിൾ ബൻ സർവ്വക്കോ അപ്പനി തരഫ് സ്വദേഹി ആകർഷിക്കാം. അങ്ങനെ നമ്മുടെ സങ്കല്പങ്ങൾ സിമ്പിൾ ആയിരിക്കും, സരളമായിരിക്കും, ഒരു കുടിലത ഉണ്ടാകും. ബാബ പറഞ്ഞ സംബന്ധങ്ങളുടെ എന്താണ്, നേരെ ചൊവ്വയായി അല്ലെ, നമുക്ക് ഒരു സംശയം വരും, ഇവരോട് ചേർന്ന് നമുക്ക് എപ്പോഴാണ് അടി കിട്ടുന്നത് അറിയാൻ പാടില്ല, അങ്ങനെ ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. വ്യവഹാരത്തിൽ, ഇടപാടുകളിൽ, ബാബ താമസിക്കുന്ന കാര്യത്തിൽ, കഴിക്കുന്ന കാര്യത്തിൽ, കുടിക്കുന്ന കാര്യത്തിൽ, കിടക്കുന്ന കാര്യത്തിൽ, എല്ലാത്തിലും സിമ്പിളുമായിരിക്കണം, സ്വച്ഛവുമായിരിക്കണം. അപ്പോൾ ബാബ പറഞ്ഞു സാമ്പിളായി മാറി എല്ലാവരെയും അത് ആകർഷിക്കും. സിമ്പിൾ അർത്ഥാത് സാധാരണ, സിമ്പിൾ എന്ന് വെച്ചാൽ സാധാരണ. സാധാരണത സേ ഹി മഹാനത പ്രസിദ്ധ, സാധാരണതയിലൂടെയാണ് മഹാനത പ്രസിദ്ധമാകുന്നത്. നമ്മള് വലിയ ആളാന്ന് വിചാരിക്കാൻ വേണ്ടി പറഞ്ഞു വലിയ ടിപ് ടോപ്പ് ആയിട്ട് അത് കാണിച്ചിരിക്കാൻ വേണ്ടി കാണിക്കേണ്ട കാര്യം, നമ്മുടെ സാധാരണത, നമ്മുടെ സാധകയാണ്, സാധാരണതയാണ് നമ്മുടെ മഹാനത. जो साधारण अर्थात सिंपल नहीं वह प्रॉब्लम രൂപ ബന്ധ, സാധാരണമല്ലാത്തവരെ, സിമ്പിൾ അല്ലാത്തവരെ അവർ പ്രോബ്ലമാണ്. നേരെ അതായത് സങ്കല്പത്തിൽ സിമ്പിൾ അല്ല, എന്തൊക്കെ ഇങ്ങനെ കണ്ട് ചിന്തിച്ച് പോകാം, പ്രോബ്ലമാണ്. ബന്ധങ്ങളിൽ എപ്പോഴും സംശയം, ഇവരെന്തോ കുഴപ്പക്കാര്, എപ്പോഴും ഡൗട്ടുകളാണ്. ബാബ പറയണം പ്രോബ്ലം ആയിരിക്കും. അതുപോലെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു, അതെല്ലാം മേടിച്ചു പിന്നെ ഇത് എവിടെ കൊണ്ട് അടുക്കി വെക്കാൻ, അല്ല ഇത് അടുക്കി വെക്കാൻ സ്ഥലമില്ല, അതിന്റെ പാടാണ്. അപ്പൊ ബാബ പറഞ്ഞു കുട്ടികൾ പ്രോബ്ലം ആയിരിക്കും, സാധാരണതയാണ് എപ്പോഴും, സ്വച്ഛതയും വേണം. സ്ലോഗൻ ദിൽസേ കഹോ മേരാ ബാബ തോ മായ കി ബേഹോഷി സെ ബന്ധ് ആംഖേം ഖുൽ ജായി, ഹൃദയത്തിൽ നിന്ന് പറയൂ എന്റെ ബാബ. ബാബ പറയണു
ഈ മായ കൊണ്ട് ബോധക്കെട്ട് അടഞ്ഞു പോയ കണ്ണ് തുറക്കും. വെള്ളം നൽകിയാറില്ലേ, ബോധം കെട്ട് എടുക്കുന്ന ആൾക്ക് വെള്ളം തെളിച്ചാൽ മതി, ആള് കണ്ണു തുറക്കും. അതേപോലെ മായ ബോധം കെട്ട് നമ്മൾ കിടക്കുമ്പോൾ ദലിസ് എന്റെ ബാബ എന്ന് പറയും, ബാബ പറയും കണ്ണു തുറക്കും. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ഭാരതഭൂമി സുഖദാതാവായ ബാബയുടെ ജന്മഭൂമിയാണ്. ബാബ തന്നെ വന്നാണ് എല്ലാ കുട്ടികളെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. ഏറ്റവും വലിയ നീണ്ട കഥ ഏതാണ്? ഉയർന്ന നീണ്ട കഥ ഏതാണ്? അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഈ ഡ്രാമയുടെ ആദിമധ്യാന്തത്തിന്റെ കഥയാണ് ഏറ്റവും വലിയ ഉയർന്നമായ. എന്നാൽ ഈ കഥ മനുഷ്യരെ അറിയുന്നില്ല, കുട്ടികൾക്കറിയാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണമാണ്. നമുക്ക് സാധാരണ അതിന്റെ കാര്യം എന്താ? മുരളിയിൽ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാം ഈ ഡ്രാമ എങ്ങനെ ആവർത്തിക്കപ്പെടും, ഈ പടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് അറിയാം. പിന്നെ ബാബ എന്താ പറഞ്ഞത്? ശിവനും ശങ്കരനും ഒന്നല്ല. ഒരാള് പാമ്പിനെയൊക്കെ ധരിച്ചിരിക്കുന്ന ഒരാള്, കഴുത്തിൽ പാമ്പാണ്, പിന്നെ കാളപ്പുറത്ത്. സൂക്ഷ്മലോകത്തിൽ അങ്ങനെയൊന്നുമില്ല. ബാബ എന്തായാലും നിരാകാര ലോകത്തിൽ ഇതൊന്നുമില്ല. ഒരാൾ നിരാകാരനാണ്, ഒരാൾ സൂക്ഷ്മ ശരീരധാരിയാണ്. ഒരാൾ കണ്ണു തുറന്നാൽ വിനാശം വരുന്ന പറയുന്നത്, ഒരാൾ വന്നാൽ ഭൂമിയുടെ മംഗളം നടക്കുന്നത്. ബാബ ഇത് ആരാ ഒന്നാക്കിയത്? ആർക്കറിയാം? ബാബ പറഞ്ഞു ഇതൊക്കെയാണ് ഭക്തിമാർഗത്തിൽ പഠിപ്പിക്കുന്നത്. പിന്നെ സന്യാസികള് ബാബ പറഞ്ഞു സാധന ചെയ്യുന്ന എന്തിനു വേണ്ടി? അവർ തപസ്സിന് എന്തിനു വേണ്ടി? എന്നെ കിട്ടാനാണ്. പിന്നെ അവർ ഞാനാണ് ശിവൻ എന്ന് പറഞ്ഞു നടക്കുന്നത്. എങ്ങനെ? ബാബ പറയണ ഞാൻ ഇങ്ങനെ കാവ്യെടുത്തുകൊണ്ട് നടക്കുന്നില്ല, ഞാനൊരു സന്യാസിയുമല്ല. ഇന്നലെ മിനിങ്ങാന്ന ബാബ എന്താ പറഞ്ഞു? ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗൃഹസ്ഥൻ. അപ്പൊ ബാബ പറയുന്നത് സന്യാസിമാര് ദൈവമല്ല, അതുകൊണ്ട് അവർ പറയുന്നതിന് സത്യം. പിന്നെ കുറെ പുസ്തകങ്ങളുണ്ട്, അവർ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്തെല്ലാമാണ് ഒന്നിന് വിരുദ്ധമായിട്ട് പല പല കാര്യങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ബാബ പറയുന്ന കുട്ടികളെ അതെല്ലാം ഭക്തിമാർഗത്തിൽ വേണ്ടതാണ്. കാരണം ഡ്രാമ 2500 വർഷം ഇരുട്ടിൽ കൂടെ പോകണം. അപ്പൊ അതുകൊണ്ട് അത് എന്തിന് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇന്നലെ മിനിങ്ങാന്നത്തെ വാണിൽ ബാബ പറഞ്ഞു ഡ്രാമയിൽ എന്താണ് അതങ്ങ് സ്വീകരിക്കുക, പിന്നെ ചിന്താകുഴപ്പമുണ്ടാകും. പക്ഷെ അതിൽ സത്യമുണ്ടോ അസത്യമുണ്ടോ? അതാണ് ബാബ പറഞ്ഞു തരുന്നത്. സത്യം ഒരേ ഒരു ബാബയാണ്. ബാബ കൽപ്പാവസാനമാകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു തരും. സത്യം എന്ന് പറഞ്ഞാൽ പവിത്രതയും കൂടിയാണ്. അപ്പോൾ പതിതരെ പാവനമാക്കും. അതുകൊണ്ടാണ് സത്യം വരൂ, സത്യത്തിൽ നൽകൂ എന്നെല്ലാം പറയുന്നത്, പതിത പാവന എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ ദുർഗതിയിലേക്ക് കൊണ്ടുപോയതാണ്. ബാബ പറഞ്ഞു ഭക്തിയിൽ നിന്നാണ് നമ്മൾ ദുർഗതിയിലേക്ക് പോയത്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് എന്താണ് എന്നൊന്നും ഇന്ന് ആർക്കും തന്നെ അറിയാൻ പാടില്ല. ബാബ പറഞ്ഞു ഈ കാര്യങ്ങൾ പൂർണ്ണമായ അറിവ് കൽപ്പത്തിന്റെ അവസാനം ബാബ പറയും. ഈ അറിവ് ലോകം മുഴുവൻ പരക്കും. അവർ ഈശ്വരനെ മനസ്സിലാക്കും, സൃഷ്ടിയുടെ ആദിമജ്ഞാനം മനസ്സിലാക്കും. ബാബ പറയുന്നു ഇത് നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. പക്ഷെ ജ്ഞാന മാർഗത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ കൽപ്പത്തിൽ വന്നിട്ടേ വരികയുള്ളൂ. അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. പ്രദർശനങ്ങൾ ധാരാളം വയ്ക്കണം, ധാരാളം പേര് വരും, വളരെ നല്ലതാണെന്ന് പറയും, പക്ഷെ പുറത്തുപോയി തീരും. എന്തുകൊണ്ടാൽ അവര് രാവണന് പ്രിയപ്പെട്ടവരാണ്. ബാബയുടെ കുട്ടികൾ പോലും ബാബ പറയാണ് പഠിച്ച് ഭഗവാനാണ് പഠിപ്പിക്കുന്നുള്ള സന്തോഷമില്ല, ബാബ വിട്ട് പോകാൻ. ഈശ്വരൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവേണ്ടതില്ലേ? ആ സന്തോഷം കുട്ടികളിൽ കാണുന്നില്ല. ഒക്കെ സമയം പിടിക്കും. നമ്മുടെ തമോപ്രധാനത മാറിയാൽ നമുക്ക് നല്ല സന്തോഷമുണ്ട്. ബാബ പറയണ കുട്ടികളുടെ 21 ജന്മത്തേക്ക് അളവറ്റ അവിടെ ദുഃഖമേ ഉണ്ടാവില്ല, സുഖം തന്നെ സുഖമായി. രാത്രിയിൽ ബാബ പറയണ ദുഃഖത്തിന്റെ ലോകം ആരംഭിക്കുകയാണ്. രാത്രിയുടെ അവസാനം പുതിയ ദുഃഖങ്ങളായിരിക്കും, അല്ലെ? അപ്പോൾ ഈ ദുഃഖത്തിലേക്ക് ലോകം പോകാണ്. ഈ വിനാശം നടക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് ഡ്രാമയിലുണ്ട്. ഡ്രാമ അനുസരിച്ച് എല്ലാം തമോപ്രധാനമാകുക തന്നെ ചെയ്യും. ആരെല്ലാം ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട് അവരെല്ലാം പടികൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളോട് ബാബയെ കുറിച്ച് എല്ലാവരും പറയുന്ന എല്ലാം അറിയുന്നവർ ബാബയ്ക്കാണ് ഞാൻ എന്തറിയുന്നത് പറയുന്നത്. എന്നിട്ട് കുട്ടികൾ തന്നെ പറയാണ് ഞങ്ങൾ വികാരത്തിൽ പോയി തെറ്റ് ചെയ്തു എന്നൊക്കെ ബാബ അറിയും. ബാബ എനിക്ക് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ്. കാലത്തും വൈകുന്നേരം കോടാനുകോടി മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ബാബ പറയുന്ന കുട്ടികളെ ആദ്യ മധ്യാന്തത്തിന്റെ അറിവ് ലോകത്ത് ആർക്കുമില്ല. അതുകൊണ്ടാണ് അതറിയാവുന്നത് കൊണ്ടാണ് ബാബയെ ജ്ഞാനി ജാനൻഹാർ എന്ന് പറയുന്നത്. ആ അറിവ് കൽപ്പാവസാനം ബാബ നമുക്ക് നൽകും. അപ്പോൾ മാത്രമേ നമുക്ക് ഈ കഥയെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. ഈ കഥ ലോകത്ത് ആർക്കും തന്നെ അറിയാൻ പാടില്ല. ആദിമധ്യാന്തത്തിൽ ഒരു നീണ്ട ഉയർന്ന കഥയാണിത്. ലക്ഷ്മിനാരായണന്റെ രാജ്യം മുതലേ ഇനി അറ്റം വരെയുള്ള കാര്യങ്ങളുണ്ട്. ഈ നാടകം ഭാരതവാസികളുടെ മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റു ധർമ്മത്തിൽപ്പെട്ടവര് ബാബറിന്റെ ദ്വാപരത്തിന് ശേഷമേ വരുള്ളൂ. അവരാരും സ്വർഗത്തിൽ പോകില്ല, ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകില്ല. പിന്നെ ഇതൊക്കെ ബാബ പറയുന്നത് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകണ്ട, പകരം എന്ത് ചെയ്യണം? ബാബയെ ഓർമ്മിച്ച് അങ്ങനെ സദോപ്രധാനമാകാം. ആ ചിന്തയായിരിക്കണം കൂടുതൽ ആകേണ്ടത്. ഈ കൽപ്പത്തിലെ ഈ ഒരു ഏറ്റവും മംഗളകരമായ ഈ സമയത്താണ്
ബാബ പതിത പാവനൻ ഭൂമിയിലേക്ക് വരുന്നത് ഇത് ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ല എന്തിനാണ് ശിവരാത്രി എന്നുള്ള കാര്യം അറിയാൻ പാടില്ല. ബാബ ഇന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു, ഒന്നും അറിയാൻ പാടില്ല. സത്യത്തിന്റെ തരി പോലും ഭക്തിമാർഗത്തിലില്ല അല്ലെ. ജ്ഞാനം ഒരു ബാബയാണ് നൽകുന്നത്. പിന്നെ വരദാനത്തിൽ ബാബ എന്താ പറഞ്ഞത്? സാധിക്കുന്നിടത്തോളം സിമ്പിൾ ആകും. സിംപിളിസിറ്റി ബാബ എന്ന് പറയാറുണ്ട് എപ്പോഴും. പിശുക്കാകരുത്, കഷ്ടപ്പാടാകും. സിമ്പിൾ ആയതിന്റെ പേരിൽ നമ്മൾ കഷ്ടപ്പാടുണ്ടാകും. അതാണ് പറഞ്ഞത്, സ്വച്ഛത എന്ന് ഉപയോഗിച്ചതാണ്. സുഖമായിരിക്കണം, സിമ്പിളുമായിരിക്കണം, സുഖമായിട്ടും. അല്ലാണ്ട് പലരും എന്താണ് ആദർശത്തിന്റെ പേരിൽ ജീവിതം കഷ്ടപ്പാടാണ്. അത് പാടില്ല. അല്ലെങ്കിൽ ആ സിംപ്ലിസിറ്റി വളരെ ആദർശത്തിൽ മധ്യമ മാർഗമാണ് എപ്പോഴും. മഹാനത ബാബ പറഞ്ഞു സാധാരണതയിൽ, അത് ജാട കാണിക്കുന്നതിലല്ല, സാധാരണ അല്ലെ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതെല്ലാവരും ആവശ്യം. സ്ലോഗനിൽ എന്താ ബാബ പറഞ്ഞത്? മായ നമ്മൾ ബോധം കെടുത്തിടുമ്പോൾ നേരാ ബാബ കണ്ടു. ഓം ശാന്തി.